ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ആത്മോപദേശ ശതകം 28-ാം ശ്ലോകം. അടിമുടിയറ്റടി തൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജഡമറിവീലത് ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. അടിമുടിയറ്റ് ആദിയും അന്തവുമില്ലാതെ, അടിതൊട്ട് മൗലിയന്തം കാൽ മുതൽ തലവരെ, അതായത് പൂർണ്ണമായി സ്ഫുടമറിയുന്നത്, ബോധത്തെ സാക്ഷാത്കരിച്ചറിയുന്നത് തുര്യബോധമാകും. ജാഗ്രത് സ്വപ്ന സുഷുപ്തി അനുഭവങ്ങളെ കടന്നു നിൽക്കുന്ന നാലാമത്തെ സത്യാനുഭവമാണ് ജഡമറിവീലത്. ഈ ബോധാനുഭവം ജഡവുമായി കൂടിക്കലർന്നതല്ല, ചിന്ത ചെയ്ത് സങ്കല്പങ്ങൾ വഴി ചൊല്ലുന്നിടയിലിരുന്നറിവല്ല, ശബ്ദോച്ചാരണത്തോടുകൂടിയുള്ള അറിവല്ല, അറിഞ്ഞിടേണം. ഇത് വ്യക്തമായി ധരിക്കണം. ആദിയും അന്തവുമില്ലാതെ കാൽ മുതൽ തലവരെ, അതായത് പൂർണ്ണമായി ബോധത്തെ സാക്ഷാത്കരിച്ചറിയുന്നത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി അനുഭവങ്ങളെ കടന്നു നിൽക്കുന്ന നാലാമത്തെ സത്യാനുഭവമാണ്. ഈ ബോധാനുഭവം ജഡവുമായി കൂടിക്കലർന്നതല്ല, സങ്കല്പങ്ങൾ വഴി ശബ്ദോച്ചാരണത്തോടുകൂടിയുള്ള അറിവല്ല. ഇത് വ്യക്തമായി ധരിക്കണം. തുര്യബോധം ആദ്യന്തരഹിതമായി പാദം മുതൽ ശിരസ്സുവരെ സ്ഫുടമായി അറിയുന്ന ബോധമാണ് തുര്യബോധം. ബോധം ആദ്യന്തരഹിതമായതുകൊണ്ട് തന്നെ കാൽ മുതൽ തലവരെ എന്നുള്ളത് പൂർണ്ണമായ അദ്വയ അനുഭവത്തെ സൂചിപ്പിക്കാനാണെന്ന് സ്പഷ്ടമാണല്ലോ. തുര്യപദത്തിന് നാലാമത്തേതെന്നാണ് അർത്ഥം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുര്യം, ഇവ നാലുമാണ് അനുഭവമണ്ഡലങ്ങൾ. ആദ്യത്തെ മൂന്നും പ്രപഞ്ചാനുഭവങ്ങളാണ്. അതുകൊണ്ട് അവ മൂന്നും ജഡങ്ങളുമായി കൂടിക്കലരുന്ന അനുഭവങ്ങളാണ്. സങ്കല്പങ്ങൾ വഴി ശബ്ദോച്ചാരണത്തോടു കൂടിയുള്ള അറിവുകളാണ്. നാലാമത്തെ തുര്യ അനുഭവമാകട്ടെ ജഡങ്ങളോട് കൂടിക്കലരാത്തതും ശബ്ദോച്ചാരണത്തോടു കൂടാത്തതുമായ കേവല ബോധ അനുഭവമാണ്. ഉണർന്നിരുന്ന് ഇന്ദ്രിയങ്ങൾ വഴി പ്രപഞ്ച വിഷയങ്ങളെ അനുഭവിക്കുന്നതാണ് ജാഗ്രത്. ഏകാന്തതയിൽ മനസ്സ് സ്വയം വിഷയങ്ങളെ സൃഷ്ടിച്ച് അനുഭവിക്കുന്നതാണ് സ്വപ്നം. കരണങ്ങളെ എല്ലാം പിൻവലിച്ച് പ്രജ്ഞ അജ്ഞാന ആവരണമണിഞ്ഞ് വിശ്രമിക്കുന്നതാണ് സുഷുപ്തി. പ്രപഞ്ച ശരീരം കൈക്കൊണ്ടിരിക്കുന്ന സമഷ്ടിബോധത്തിനും വ്യക്തിശരീരം കൈകൊണ്ടിരിക്കുന്ന വ്യഷ്ടിബോധത്തിനും ഒരുപോലെ ഈ അവസ്ഥകൾ അനുഭവപ്പെടുന്നു എന്നാണ് ശാസ്ത്ര സിദ്ധാന്തം. സമഷ്ടിബോധത്തിൻ്റെ സുഷുപ്തിയെയാണ് നൈമിത്തിക പ്രളയം. സമഷ്ടിബോധത്തിൻ്റെ സുഷുപ്തിയാണ് നൈമിത്തിക പ്രളയം. സുഷുപ്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന സമഷ്ടി ബോധത്തെ ഈശ്വരനെന്നും വ്യക്തിബോധത്തെ പ്രാജ്ഞനെന്നും ശാസ്ത്രം ചൊല്ലി നിർദ്ദേശിക്കുന്നു. സ്വപ്നത്തിൽപ്പെട്ടിരിക്കുന്ന സമഷ്ടിബോധമാണ് ഹിരണ്യഗർഭൻ, വ്യഷ്ടിബോധം തൈജസനും. ജാഗ്രത് പ്രപഞ്ചം അനുഭവിക്കുന്ന സമഷ്ടിബോധമാണ് വിരാട് രൂപൻ. ജാഗ്രത് പ്രപഞ്ചം അനുഭവിക്കുന്ന സമഷ്ടിബോധമാണ് വിരാട് പുരുഷൻ. ജാഗ്രത്തിലെ വ്യക്തിബോധമാണ് വിശ്വൻ. ധ്യാന മനന അഭ്യാസം വഴി ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിലെ ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ജഡദൃശ്യ അനുഭവങ്ങളെ മുഴുവൻ അകറ്റാൻ കഴിവുള്ള യോഗിക്ക് മാത്രമേ കേവല ബോധസ്വരൂപ അനുഭവമായ നാലാമത്തെ തുരീയാനുഭൂതിയിലുള്ള ഉളവാകുകയുള്ളൂ. ഈ 4 അനുഭവ മണ്ഡലങ്ങളെയും കുറിച്ച് മാണ്ഡൂക്യോപനിഷത്തും അതിൻ്റെ വ്യാഖ്യാനമായ ഗൗഡപാദ കാരികയും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ ജഡസങ്കല്പങ്ങളും മാറി മറയുന്നത് കൊണ്ട് തന്നെ അനന്തമായ അദ്വയാനന്ദ ബോധ അനുഭവമാണ് തുരീയ പ്രജ്ഞ എന്ന് സിദ്ധം. ഗുരുദേവൻ തന്നെ 14-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം ഈ തുരീയാനുഭവം തന്നെയാണ്. തുരീയാനുഭവത്തെക്കുറിച്ച് ഗൗഡപാദാചാര്യർ പറയുന്നത് കേൾക്കുക. മാണ്ഡൂക്യ കാരിക 1-ാം അധ്യായം 10-ാം ശ്ലോകം. നിവൃത്തേ സർവദുഃഖാനാം ഈശാനഃ പ്രഭുരവ്യയഃ അദ്വൈത സർവഭാവാനാം ദേവസ്തുര്യോ വിഭുഃ സ്മൃതഃ.
തുരീയ പ്രജ്ഞയിൽ എല്ലാ ദുഃഖങ്ങളും അസ്തമിക്കുന്നു. സർവനിയന്താവും പ്രഭുവും നാശമല്ലാത്തവനും സർവഭാവങ്ങളും അലിഞ്ഞു ചേർന്ന അദ്വൈത സ്വരൂപിയും ആദ്യന്തരഹിതനുമായി തുരീയാനുഭവത്തിൽ കേവല ബോധം വിളങ്ങിടുന്നു. ഇതുതന്നെയാണ് അദ്വൈത സാക്ഷാത്കാരം. തുരീയാനുഭവത്തിലെത്തി അദ്വൈത സാക്ഷാത്കാരം നേടി നിത്യവും അമൃതസ്വരൂപമായ പ്രജ്ഞയെ സ്വരൂപമായി കണ്ടെത്തുക തന്നെയാണ് ജീവിത ലക്ഷ്യം. ഇതിന് ഒരേ ഒരു മാർഗമേയുള്ളൂ. വസ്തുവിചാരം ചെയ്തോ സങ്കല്പ നിരോധമെന്ന യോഗം അഭ്യസിച്ചോ പൂർണ്ണമായ ഉപദേശം നേടുകയാണ് ആ മാർഗം. ഇതിന് കഴിവില്ലാത്തവർ വിഷയസങ്കല്പങ്ങളിൽ മോഹിച്ച് പതിക്കാൻ ഇടവരാതെ കുറഞ്ഞപക്ഷം ഈശ്വരപരമായ ജപധ്യാനാദി കർമ്മങ്ങളെങ്കിലും ചെയ്ത് കഴിഞ്ഞുകൂടേണ്ടതാണ്. ഒരിക്കൽ കൂടി വായിക്കാം. തുരീയ അനുഭവത്തിലെത്തി അദ്വൈത സാക്ഷാത്കാരം നേടി നിത്യവും അമൃതസ്വരൂപമായ പ്രജ്ഞയെ സ്വരൂപമായി കണ്ടെത്തുകയാണ് ജീവിത ലക്ഷ്യം. ഇതിന് ഒരേ ഒരു മാർഗമേയുള്ളൂ. വസ്തുവിചാരം ചെയ്തോ സങ്കല്പ നിരോധമെന്ന യോഗം അഭ്യസിച്ചോ മനസ്സിൻ്റെ പൂർണ്ണമായ ഉപദേശം നേടുകയാണ് ആ മാർഗം. ഇതിന് കഴിവില്ലാത്തവർ വിഷയസങ്കല്പങ്ങളിൽ മോഹിച്ച് പതിക്കാൻ ഇടവരാതെ കുറഞ്ഞപക്ഷം ഈശ്വരപരങ്ങളായ ജപധ്യാനാദി കർമ്മങ്ങളെങ്കിലും ചെയ്ത് കഴിഞ്ഞുകൂടേണ്ടതാണ്. ഇക്കാര്യമാണ് അടുത്ത ശ്ലോകത്തിലെ പ്രതിപാദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.